നമസ്കാരം. ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരുന്നതായ ചില സംഭവവികാസങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈന്ദവ സംഘടന ഇസ്കോൺ, അതിൻ്റെ ബംഗ്ലാദേശിലെ പ്രധാന ചുമതലക്കാരനായ സ്വാമിജിയെ, ബ്രഹ്മചാരി ചിന്മയി ദാസ്, അദ്ദേഹത്തെ അകാരണമായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 34% ഉണ്ടായിരുന്ന ഹിന്ദു ഇന്ന് കേവലം 8% കുറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായ കാരണങ്ങൾ ഇന്നേ വരെ സംഭവിച്ചിട്ടുള്ളത് ഹിന്ദുക്കളെ ബോധപൂർവം തെരഞ്ഞുപിടിച്ച് അവരെ ഒന്നുകിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുകയോ അല്ലെങ്കിൽ അവരെ കൊല ചെയ്യുകയോ ചെയ്യുന്നു. അങ്ങനെ ജിഹാദിസം വളർത്തിക്കൊണ്ട് ഇസ്ലാമിക ഭീകരവാദം ബംഗ്ലാദേശിൽ അങ്ങനെ തഴച്ചു വളരുകയാണ്. വാസ്തവത്തിൽ എന്തിനും ഏതിനും ഉടനടി പ്രതികരിക്കുന്ന ഐക്യരാഷ്ട്രസഭ പോലും ഇതിനെതിരെ ഈ സംഭവ വികാസങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീരിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായാൽ പോലും അതിൻ്റെ പേരിൽ പ്രതികരിക്കുന്ന ലോകരാഷ്ട്രങ്ങളൊന്നും തന്നെ ഇന്ന് ഈ വിഷയം കണ്ടിട്ടുള്ളതായി പോലും നടിക്കുന്നില്ല. ബംഗ്ലാദേശിൽ സംഭവിച്ചതെന്താണ്? എന്ത് അപരാധമാണ് ഈ ഹിന്ദു സമൂഹം, അതേപോലെ തന്നെ അവിടുത്തെ മറ്റു മതന്യൂനപക്ഷങ്ങൾ എന്ത് അപരാധമാണ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ താലിബാനിസം ബംഗ്ലാദേശിൽ കൊടികുത്തി വാഴുന്നു. ജനാധിപത്യ രീതിയിൽ വന്ന ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ജിഹാദിസം അതിൻ്റെ മേൽ അധികാര കസേര ഉറപ്പിച്ചിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ അവിടെ ഭരണാധികാരികൾ പോലും മനസ്സാക്ഷിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും ഈ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ, അവർക്ക് അഭയമരുളുവാൻ ബാധ്യതയുള്ള സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് മാറിയിരിക്കുകയാണ്. യാതൊരു സംരക്ഷണവും കൊടുക്കുവാൻ ഈ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. കുറേ കാലങ്ങളായി ചെയ്യുന്നു. പെൺകുട്ടികളെ വിവാഹ മണ്ഡപത്തിൽ നിന്ന് പോലും ബലമായി പിടിച്ചെടുത്തുകൊണ്ട് അച്ഛനമ്മമാരുടെയും ബന്ധുമിത്രാദികളുടെയും മുൻപിൽ നിന്ന് കതിർമണ്ഡപത്തിൽ നിന്നും ബലാത്കാരമായി പിടിച്ചെടുത്തുകൊണ്ടുപോയി മതപരിവർത്തനത്തിന് വിധേയമാക്കി അവരെ മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ട് നിർബന്ധപൂർവം വിവാഹം കഴിപ്പിക്കുന്ന രംഗങ്ങളടക്കം ബംഗ്ലാദേശിൽ അരങ്ങേറുമ്പോൾ വാസ്തവത്തിൽ ഭാരതത്തിലെ സാംസ്കാരിക നായകന്മാർ വായ മൂടിക്കെട്ടി കുനിഞ്ഞിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിന് അറുതി വരുത്തിയേ മതിയാവുള്ളൂ. ഇവിടെ ഇസ്കോണിൻ്റെ മുഖ്യ ബ്രഹ്മചാരിയായിട്ടുള്ള ചിന്മയി ദാസ് സ്വാമിജി എന്ത് അപരാധമാണ് ചെയ്തത്? അവിടുത്തെ മുഴുവൻ മതന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മതന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് നേതൃത്വം കൊടുത്ത് അവർക്കെതിരെ അരങ്ങേറുന്ന പൈശാചികമായ നിഷ്ഠൂരമായ അതിക്രമങ്ങൾക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രതികരിച്ചതിൻ്റെ പേരിൽ അതിനിഷ്ഠൂരമായി അടിച്ചമർത്തുന്ന, അവരെ അടിച്ചൊതുക്കുന്ന, അടിച്ചു കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ നീങ്ങുന്നത്. അതോടൊപ്പമായിരുന്നു അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ അവിടുത്തെ ജിഹാദി സർക്കാർ അന്തർദേശീയ മത തീവ്രവാദിയായിട്ടുള്ള ഒരു മുസ്ലിമിനെ ജയിലറകളിൽ നിന്ന് നിരുപാധികം തുറന്നുവിടുകയും അങ്ങനെ ജയിലിൽ നിന്നും പുറത്ത് ഇറങ്ങിയ ആ ജിഹാദി, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരസ്യ പ്രസ്താവ്യം തന്നെ മമതാ ബാനർജിക്ക് നേരെയുള്ളതായിരുന്നു. മമതാ ബാനർജിയോടുള്ള
സൗഹൃദ അഭ്യർത്ഥനയായിരുന്നു. കാരണം എന്താണ്? അതായത് ഭാരതത്തിലെ ബംഗാൾ പ്രദേശവും ബംഗ്ലാദേശും ഉൾപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേകമായ രാഷ്ട്രം രചിക്കണം. അപ്പം ഭാരതത്തിൻ്റെ കുറേ ഭാഗത്തെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഭാരതത്തിലെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് പരസ്യമായി അഭ്യർത്ഥിക്കുകയും അതിനനുസരണമായ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുമ്പോൾ ഇന്ന് ബംഗ്ലാദേശിൽ നിലകൊള്ളുന്ന ആ സർക്കാരിൻ്റെ നയം എന്താണ്, നിലപാടെന്താണ് എന്ന് സുവ്യക്തമാണ്. അകാരണമായി ചിന്മയിദാസ് സ്വാമിജിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിട്ടുള്ള ഗുരുഭായി ആയിട്ടുള്ള മറ്റൊരു സന്യാസി ശ്രേഷ്ഠൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് യാതൊരു വാറണ്ടോ മറ്റ് യാതൊരു വിധമായ രേഖകളുമില്ലാതെ ഇദ്ദേഹത്തെ കാണാനായി ജയിലിൽ ചെന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുകയാണ്. അപ്പൊ ഹിന്ദുവിന് അനങ്ങാൻ പോലും മേലാത്ത രീതിയിൽ അവൻ സംഘടിക്കാൻ പാടില്ല, അവൻ അടികൊള്ളുമ്പോൾ നിലവിളിക്കാൻ പാടില്ല, അവൻ അതിനെതിരെ പ്രതികരിക്കാൻ പാടില്ല, അവനെ സംരക്ഷിക്കുവാനായി ആരെങ്കിലും സർവസംഘ പരിത്യാഗികളായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെങ്കിലും രംഗത്ത് വരികയാണെങ്കിൽ അവരെയും അപമാനിച്ച് തല്ലിയൊടിച്ച് അവരെയും കൽത്തുറുങ്കിൽ അടയ്ക്കുക എന്ന അതിക്രൂരമായ നിഷ്ഠൂരമായ നീചമായ നടപടിയാണ് ബംഗ്ലാദേശ് സർക്കാർ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ മുഴുവൻ ഹൈന്ദവ സമൂഹവും ഭാരതത്തിലെ മുഴുവൻ ഹൈന്ദവ സമൂഹവും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ മാസം 10-ാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ വിഷയത്തിൽ സമാധാനം ബംഗ്ലാദേശിൽ നിലനിർത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശിലെ ഈ ജിഹാദി സർക്കാരിനോട് ആവശ്യപ്പെടുകയും വിശ്വശാന്തി ആഗ്രഹിക്കുന്ന ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സംഭവ വികാസങ്ങളെ അപലപിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ബംഗ്ലാദേശിന് നേരെ തീർക്കണമെന്നും ആവശ്യപ്പെടുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ. ഐക്യരാഷ്ട്രസഭ ഇതിൽ അടിയന്തിരമായി ഇടപെടേണ്ടതാണ്. ഭാരത സർക്കാർ ഐക്യരാഷ്ട്രസഭയെ ഇടപെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ശക്തമായ താക്കീത് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് നൽകുവാനും തയ്യാറാവണം. നാം ആലോചിച്ച് നോക്കണം, ഇന്നും ഈ സാഹചര്യത്തിലും ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാരായി ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാര്, മുസ്ലിം മതവിശ്വാസികള് ഇന്നും ഭാരതത്തിൽ സുരക്ഷിതരാണ്, ഇപ്പോഴും സുരക്ഷിതരാണ്. അതേസമയം തങ്ങളുടെ സഹോദരങ്ങളെ സ്ത്രീകളോട് പോലും മാന്യത പുലർത്താതെ, കുട്ടികളോട് പോലും മാന്യത പുലർത്താതെ കയ്യിൽ കിട്ടുന്നവരെയൊക്കെ തന്നെയും തല്ലിച്ചതച്ച് കൊലപ്പെടുത്തുന്നതായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽ ഒരു ക്ഷേത്രത്തിൻ്റെ മുഖ്യ പൂജാരിയെ പോലെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം, അതിനെ ആഘോഷമാക്കി മാറ്റുന്ന ജിഹാദിസമാണ് ബംഗ്ലാദേശിൽ ഇന്ന് നടമാടുന്നത് എന്ന് വളരെ ദുഃഖത്തോടെ രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിലെ, വിശിഷ്യ കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹവും ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതിർവരമ്പുകളെ കണക്കിലെടുക്കാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങണമെന്ന് ഈ ശബ്ദ സന്ദേശത്തിലൂടെ വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുകയാണ്. നമസ്കാരം.